NRI വാർത്തകളിലേക്ക്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തി. ന്യൂഡൽഹി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ ഔദ്യോഗിക ബഹുമതികളോടെ സ്വീകരിച്ചു. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തിയത്. ദുബായ് കിരീടാവകാശി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച മുംബൈ സന്ദർശിക്കുകയും ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് നേതാക്കൾ പങ്കെടുക്കുന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും വിവിധ തന്ത്രപരമായ മേഖലകളിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള വഴികൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഒട്ടേറെ മന്ത്രിമാരും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രമുഖരും ഉൾപ്പെടുന്ന സംഘം ഷെയ്ഖ് ഹംദാനെ അനുഗമിച്ചെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയടക്കമുള്ള 14 രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശന വിസക്കാർ മടങ്ങണമെന്ന വാർത്ത വ്യാജമെന്ന സൗദി. ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് പ്രവാസികൾക്ക് സൗദി പാസ്പോർട്ട് കാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ബിസിനസ്, ടൂറിസ്റ്റ് സന്ദർശന വിസക്കാർ ഞായറാഴ്ചക്കകം സൗദിയിൽ നിന്ന് മടങ്ങണമെന്നും ഇല്ലെങ്കിൽ 5 വർഷത്തെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുമെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള വാർത്തകൾ മാത്രമേ വിശ്വസിക്കാവൂ എന്നും അധികൃതർ വ്യക്തമാക്കി. ഏതൊരു പുതിയ ഉത്തരവും പാസ്പോർട്ട് വകുപ്പായ ജവാസത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യും. വിസയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ സൗദിയിൽ താമസിക്കാമെന്നും കാലാവധിക്ക് ശേഷം രാജ്യത്ത് തങ്ങിയാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ജവാസത്ത് വ്യക്തമാക്കി. ബിസിനസ് സന്ദർശന വിസക്കാർക്ക് അവരെ കൊണ്ടുവന്ന സ്ഥാപനത്തിന്റെയും കുടുംബ സന്ദർശന വിസക്കാർക്ക് അവരെ കൊണ്ടുവന്ന വ്യക്തിയുടെയും വിസ കാലാവധി അറിയാൻ അബ്ഷീർ, മുഖീം പ്ലാറ്റ്ഫോമുകളിൽ അവസരമുണ്ട്. മൾട്ടിപ്പിൾ ടൂറിസ്റ്റ് വിസക്കാർക്ക് 1 വർഷത്തിൽ 90 ദിവസം മാത്രമേ സൗദിയിൽ താമസിക്കാൻ അനുവാദമുള്ളൂ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAEയിൽ ശമ്പളം കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന വേതന സുരക്ഷാ സംവിധാനം വീട്ടുജോലിക്കാർക്ക് കൂടി നിർബന്ധമാക്കി. നിയമം ലംഘിക്കുന്ന തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ഇലക്ട്രോണിക് സംവിധാനവുമായി നേരിട്ട് ബന്ധിപ്പിച്ചാണ് വീട്ടുജോലിക്കാർക്ക് ശമ്പളം നൽകുന്നത് ഉറപ്പാക്കുന്നത്. നിർമ്മാണ മേഖലാ തൊഴിലാളികളുടെ ശമ്പള പ്രശ്നത്തിന് പരിഹാരമായാണ് WPS കൊണ്ടുവന്നത്. മറ്റ് സ്വകാര്യ മേഖലയിലേക്കും ഈ സംവിധാനം വ്യാപിപ്പിക്കുകയായിരുന്നു. 2022 മുതൽ വീട്ടുജോലിക്കാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് ഇത് കർശനമാക്കിയത്. UAE സെൻട്രൽ ബാങ്ക് അംഗീകരിച്ച ബാങ്ക്, എക്സ്ചേഞ്ച്, ധനകാര്യ സ്ഥാപനം എന്നിവ വഴിയാണ് ജീവനക്കാരുടെ ശമ്പളം നൽകേണ്ടത്. നിശ്ചിത തീയതി കഴിഞ്ഞ് 10 ദിവസത്തിനകം ശമ്പളം നൽകണം. 2 മാസം ശമ്പളം നൽകാത്ത തൊഴിലുടമയുടെ ഫയൽ സസ്പെൻഡ് ചെയ്യും. നിയമലംഘനം തുടർന്നാൽ നടപടി കർക്കശമാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികളെ വീണ്ടും ആശങ്കയിലാക്കി ട്രംപ്. US തുടരാനും ജോലി കണ്ടെത്താനും അനുവദിക്കുന്ന OPT പ്രോഗ്രാം നിർത്തലാക്കാനുള്ള ബില്ല് സ്റ്റേറ്റ് കോൺഗ്രസിൽ അവതരിപ്പിച്ചു. ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് എന്ന OPT ഇല്ലാതാക്കുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ചതോടെ രാജ്യം വിടേണ്ടിവരുമെന്ന ആശങ്കയിലാണ് വിദേശ വിദ്യാർത്ഥികൾ. സയൻസ്, ടെക്നോളജി, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ബിരുദം നേടിയ ശേഷം 3 വർഷം വരെ US തുടരാനും ജോലി കണ്ടെത്താനും OPT പ്രോഗ്രാം വഴി സാധിക്കും. OPT നിർത്തലാക്കിയാൽ ജോലിയിൽ പ്രവേശിക്കാതെ രാജ്യം വിടേണ്ടി വന്നേക്കാം. ഈ പ്രോഗ്രാമിലെത്തിയവർക്ക് മറ്റൊരു വിസയിലേക്ക് മാറാനുമാകില്ല. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഈ പ്രോഗ്രാമിൽ ഇന്ത്യയിൽ നിന്നാണ് കൂടുതൽ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നത്. 3 ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് 2023-24 അധ്യയന വർഷത്തിൽ ഈ പ്രോഗ്രാമിൽ പ്രവേശിച്ചത്. ബിൽ പാസ്സായവർക്കെല്ലാം കനത്ത തിരിച്ചടിയായി മാറും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിയാദ് എയർ ഉടൻ വാണിജ്യ സർവീസ് തുടങ്ങും. ഇതിന് മുന്നോടിയായി എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. സൗദി സിവിൽ ഏവിയേഷൻ നിയമനത്തിനനുസൃതമായി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് നടപടി. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ ആരംഭിക്കുന്ന ദേശീയ എയർലൈൻ കമ്പനിയായ റിയാദ് എയർ വാണിജ്യാടിസ്ഥാനത്തിൽ വിമാന സർവീസുകൾ ആരംഭിക്കാനാണ് ലൈസൻസ് നേടിയത്. 2030 സൗദി വ്യോമയാന മേഖലയെ മിഡിൽ ഈസ്റ്റിലെ ഒന്നാമതായി മാറ്റാനും 3 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ആഗോള ലോജിസ്റ്റിക് പ്ലാറ്റ്ഫോമാക്കാനും ലക്ഷ്യമിടുന്നുവെന്ന് ഗതാഗത ലോജിസ്റ്റിക് മന്ത്രി സാലിഹ് അൽ ജാസർ പറഞ്ഞു. കഴിഞ്ഞ ഒക്ടോബറിൽ 60 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ റിയാദ് എയർ ഒപ്പുവെച്ചിരുന്നു. വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയും കമ്പനിക്കുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ഉംറ തീർത്ഥാടകർ ഈ മാസം 29-ന് മുൻപ് രാജ്യം വിടണമെന്ന ഹജ്ജ് ഉംറ മന്ത്രാലയം. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾക്ക് മുന്നോടിയായാണ് നടപടി. ഉംറ വിസ ലഭിച്ചവർ ഈ മാസം 13-നകം രാജ്യത്ത് പ്രവേശിച്ച് 29-നകം രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം. പറഞ്ഞ തീയതിക്ക് ശേഷം സൗദിയിൽ തങ്ങുന്ന ഉംറ വിസക്കാരെ നിയമലംഘകരായി കണക്കാക്കും. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. രാജ്യം വിടാത്ത തീർത്ഥാടകരെ കുറിച്ച് വിവരം നൽകാത്ത ഉംറ സർവീസ് ഏജൻസികൾക്ക് ആളൊന്നിന് 1 ലക്ഷം റിയാൽ വീതം പിഴ ചുമത്തും. നിയമലംഘനം ആവർത്തിച്ചാൽ ലൈസൻസ് റദ്ദാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫി TV.